മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം മത്തായി അറിയിച്ചുകൊണ്ട് കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം, സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 6. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കൂ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രിയമുള്ള സഹോദരങ്ങളെ, കഠിനാധ്വാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു യുവാവ് വഴിയിൽ കാണുന്ന ഒരു കുരിശടിയുടെ അടുത്ത് ചെന്ന് അല്പനേരം പ്രാർത്ഥിക്കുന്ന പതിവ് കാണുകയുണ്ടായി. ഒരു ദിവസം ആ യുവാവിനോട് ചോദിച്ചു, എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത്? എന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈശോയ്ക്ക് അവയെ അറിയാം, എങ്കിലും എന്റെ വാക്കുകളിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ചിലപ്പോൾ നിശബ്ദരായി ഞാൻ നിൽക്കും, അപ്പോഴും എന്റെ ആവശ്യങ്ങൾ അറിയുന്ന എന്റെ ഈശോ എന്നെ അനുഗ്രഹിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നീങ്ങുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, നമ്മൾ നാട് നീളം നീങ്ങുമ്പോൾ പലപ്പോഴും പല കുരിശടികളും കാണും. അവിടെ ഒരു കുരിശടി നിൽക്കുന്നു, നന്നായി പണിതിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുക. അല്ലാതെ ഒരു നിമിഷം ഈശോയെക്കുറിച്ച് ഓർക്കുവാൻ, ഈശോയോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ മെനക്കെടാറുണ്ട്. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് മനസ്സിലാക്കി എന്നെ അനുഗ്രഹിക്കും എന്ന ഈ തിരുവചനം ഏറെ പ്രസക്തമാണ്. ദൈവത്തിങ്കിലേക്ക് ഹൃദയമുണർത്തുവാൻ നമുക്ക് അനുദിനം സാധിക്കണം. നമ്മള് വഴുതികളെ കുരിശടി കാണുമ്പോൾ അതിന്റെ നിർമ്മാണം എത്ര ഭംഗിയായിരിക്കുന്നു, എത്ര മോശമാണ് എന്നൊക്കെ ഇരുന്ന് ആലോചിക്കാതെ, അത് നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ആ ഈശോയുടെ സാന്നിധ്യമോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ അത് നമുക്ക് പ്രേരണ നൽകണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.